ഹായ് ഒരുൺ എവർക്കും ട്രാപ്പ് ട്രേഡിംഗ് മല്ലുവിൻ്റെ പുതിയ ലൈവ് ട്രാപ്പ് ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തീയതി 3 ജനുവരി 2025 എന്ന ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസമാണ്. ഓക്കെ, ആദ്യത്തെ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഞാൻ 2025 ആദ്യമായിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്തത്. ഞാനിവിടെ നിന്നൊരു ക്വാണ്ടിറ്റി, ഓക്കെ, 60 ക്വാണ്ടിറ്റി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. മാർക്കറ്റ് എക്സാക്റ്റ് സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്തു. എക്സാക്റ്റിലെ സപ്പോർട്ടിലെ ബൈസിനെ റിമൂവ് ചെയ്യുമെന്നുള്ളൊരു കൺസെപ്റ്റ്, അതായത് വീക്കായിട്ടുള്ള റിമൂവേഴ്സിനെ റിമൂവ് ചെയ്യും, അതായത് വീക്കായിട്ടുള്ള റീറ്റെയിലേഴ്സിനെ റിമൂവ് ചെയ്യുന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഇന്ന് എൻട്രി എടുത്തിരിക്കുന്നത്. ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി, അതായത് റേഞ്ച് ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി, അതായത് ഇപ്പോൾ ഈ അടുത്ത് ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച്മെൻറ്റ് ആണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ട്രാപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മുടെ പൊസിഷൻ ഒന്ന് ജസ്റ്റ് നോക്കാം. പൊസിഷൻ 52,000 52,000 പുട്ട്, ഓക്കെ, 60 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തിരിക്കുന്നത്. നിയർലി 5K 60 ക്വാണ്ടിറ്റിയുള്ളൂ. നിയർലി 100 പോയിന്റിൻ്റെ പ്രീമിയം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി വന്നു കഴിഞ്ഞിരുന്നു 100 പോയിന്റിൻ്റെ. അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയ തൊട്ടടുത്ത സപ്പോർട്ടായ 51,000 51,200 ഈ ഏരിയയിൽ മാർക്കറ്റ് മൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. അത്ര ഏരിയ വരെ പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതിന് വലിയ റീസൺ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. മാർക്കറ്റ് ഒരു റേഞ്ചിനകത്തായിരുന്നു. ഓക്കെ, മാർക്കറ്റ് ഒരു റേഞ്ചിനകത്തായിരുന്നു. അപ്പോൾ ഈ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു ചേഞ്ച്മെൻ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. അപ്പോൾ ഈ കഴിഞ്ഞ 4 മാസത്തിനിടയ്ക്ക് നടന്നു വന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതിനനുസരിച്ചിട്ടാണ് ഇന്നത്തെ ഈ എൻട്രി. നോക്കുക, മാർക്കറ്റ് റേഞ്ചിൽ പോകുന്നു. ഓക്കെ, റേഞ്ചിൽ പോകുന്നു. മാർക്കറ്റ് റേഞ്ചിന് ബ്രേക്ക് ഔട്ട് തരുന്നു. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിലെ ട്രാപ്പിംഗ് ആണ്. ഓക്കെ, മാർക്കറ്റ് മൂവ് ആകണമായിരുന്നെങ്കിൽ സ്ട്രോങ് ആയിട്ട് മൂവ് ആകായിരുന്നു. ഇവിടുന്ന് തന്നെ കണ്ടിന്യൂ മുകളിലോട്ട് തന്നെ മൂവ് ആകായിരുന്നു. പക്ഷേ മൂവ് ആയില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് തൊട്ടടുത്തുള്ള ലിക്വിഡിറ്റി, ഓക്കെ, തൊട്ടടുത്ത ലിക്വിഡിറ്റി ഏത് ഏരിയയാണ്? ഈ ഒരു ഏരിയ തൊട്ടടുത്തൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഓക്കെ, ഇത് ഈ ഒരു ഏരിയ വരെ നോക്കുക, ഇന്ന് മാർക്കറ്റ് വന്നു, ഈ ഏരിയയിൽ നിന്ന് തന്നെ റിവേഴ്സ് ആയി. പക്ഷേ തൊട്ട് ഈ ഏരിയയിൽ നിന്ന് കണ്ടിന്യൂ നല്ല ബയ്യേഴ്സ് ഉണ്ട്, സ്ട്രോങ് ബയ്യേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഈ തൊട്ടടുത്ത മുകളിലുള്ള ലാസ്റ്റ് സ്വിങ്ങിനെ ഒന്ന് മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യും, അതിനുശേഷം കണ്ടിന്യൂ തൊട്ടടുത്ത ലിക്വിഡിറ്റി ഏരിയയിലോട്ട് മൂവ് ആകും. ഓക്കെ, തൊട്ടടുത്ത ലിക്വിഡിറ്റി ഏരിയ ഇതാണ്. ഓക്കെ, കുറച്ച് പൊസിഷനിലായിട്ടുള്ള ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെയുണ്ട്. സോ ഇത് ഈ ഒരു ഏരിയയിലോട്ട് മൂവ് ആകാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത്. ടാർഗറ്റ് നിയർലി 400 പോയിന്റോളം, ഓക്കെ, 400 പോയിന്റിൻ്റെയോളം ടാർഗറ്റ് ഉണ്ട്. നിയർലി 200-250 പോയിന്റെങ്കിലും പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോക്കുക, ഇതാണ് നിയർലി 6 1083 ആവറേജ് ചെയ്തു. 100 പോയിന്റിന്റെ പ്രീമിയം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പോൾ പ്രീമിയം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്നും സ്പൈക്ക് വരുന്നില്ല. ബട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് നല്ലൊരു സ്പൈക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒരു സപ്പോർട്ട് മൾട്ടിപ്പിൾ ടൈം ടെസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നേരത്തെ ഒന്ന് സപ്പോർട്ട് എടുത്തു, തിരിച്ച് ആ ഏരിയയിൽ വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു, ഈ ഏരിയയിൽ വരുന്നു, സപ്പോർട്ട് എടുക്കുന്നു. ക്വിക്കായിട്ടൊന്ന് റിമൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി. ഇത് ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ള എൻട്രിയാണ്. മാർക്കറ്റ് ലിക്വിഡിറ്റി എങ്ങനെ ഹണ്ട് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ നല്ല എൻട്രി എടുക്കാം. നമ്മൾ ഓൾറെഡി എൻട്രി എടുത്തു കഴിഞ്ഞ് നമുക്ക് ഇനി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവുക, കണ്ടിന്യൂ നല്ല മൂവ് നമ്മുടെ ഫേവറിൽ മാർക്കറ്റ് തരുമോ എന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കാം. തന്നെ മാർക്കറ്റ് ബിഹേവ് ചെയ്തു. ഈ ഏരിയയിലെ സ്റ്റോപ്പ് ലോസസിനെ ഒക്കെ ഹണ്ട് ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു. തൊട്ടടുത്ത സപ്പോർട്ട്, ഓക്കെ, ഈ ഒരു സപ്പോർട്ട് സോണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇൻഡിക്കേറ്ററാണ്. ആ ഇൻഡിക്കേറ്ററിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് സോണിലാണ് ഇത്. ഓക്കെ, എക്സാക്റ്റ് ആ സപ്പോർട്ട് സോൺസും റെസിസ്റ്റൻസും നമുക്ക് ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. സോ മാർക്കറ്റ് ഈ ഏരിയയിൽ സ്റ്റോപ്പ് ലോസസിനെ ഹണ്ട് ചെയ്യും. ഓക്കെ, ഹണ്ട് ചെയ്യുന്നു വളരെ ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ഈ ഒരു സപ്പോർട്ടിൽ നിന്ന്, ഓക്കെ, ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ മൂവ് ആകണം. ഓക്കെ, പെട്ടെന്ന് മൂവ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ക്യാൻഡിൽ മാർക്കറ്റ് തൊട്ടടുത്ത സപ്പോർട്ടായ ഈ ഏരിയയിലോട്ട് വരാനുള്ള വളരെ അധികം സാധ്യത കൂടുതലാണ്. ഓക്കെ, 50,942 എന്നുള്ള ഈ ഏരിയയിലോട്ട് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, ബേസിക്കലി നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഞാനിതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതിനനുസരിച്ച് ഈ ഒരു മാറിയ കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നല്ലൊരു എൻട്രി എടുക്കും. ഞാൻ ബേസിക്കായിട്ട് ചെയ്തൊരു കാര്യം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതേ ഉണ്ട്, ഇവിടെ ഒരു ഞാൻ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ഞാൻ മാർക്ക് ചെയ്ത റേഞ്ച്. ആ റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ട് തരികയാണ്. ഓക്കെ, ആ റേഞ്ചിൻ്റെ ബ്രേക്ക് ഔട്ട്
ലാസ്റ്റ് തന്നു, റീടെസ്റ്റ് ചെയ്തു, മുകളിലോട്ട് പോകുന്നു, മുകളിലോട്ട് പോകുന്നു, മുകളിലോട്ട് പോകുന്നു, കണ്ടിന്യൂ മുകളിലോട്ട് പോകുന്ന പോലെ കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്തു? ഇന്നത്തെ ദിവസം ഈ ഏരിയയിലെ സ്റ്റോപ്പ് ലോസസ് എവിടെയാണ്? ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഇത് നല്ലൊരു സപ്പോർട്ട് സോണാണ്. മാർക്കറ്റ് ആ സപ്പോർട്ടിനെ അപ്രോച്ച് ചെയ്യുന്നു, പിന്നെയും മുകളിലോട്ട് പോകുന്നു കാണിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ലാസ്റ്റ് സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് അവിടെ നിന്നും തൊട്ട് അടുത്ത ലിക്വിഡിറ്റിയിലോട്ട് മൂവ് ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആ ഒരു ബേസിലാണ് ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തത്. തൊട്ടടുത്ത സപ്പോർട്ടിൽ ഇപ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിക്കുന്നു. എന്നിരുന്നാലും സപ്പോർട്ട് എടുത്ത് ക്വിക്കായിട്ട് തന്നെ മൂവ് ആകണം, മുകളിലോട്ട് മൂവ് ആകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒന്നോ രണ്ടോ ക്യാൻഡിനുള്ളിൽ തന്നെ തൊട്ട് താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലിക്വിഡിറ്റിയെ മനസ്സിലാക്കാം, ഓപ്ഷൻ ബൈ ചെയ്യാം. ഓക്കെ, ഡെയിലി ഓപ്ഷൻ ബൈ ചെയ്യാൻ പോകരുത്. ഓക്കെ, ഡെയിലി ഓപ്ഷൻ ബൈ ചെയ്യാൻ പോകരുത്. ബിക്കോസ് അതിന് വലിയ റീസൺ ഇത്രയേ ഉള്ളൂ. ഡെയിലി ഓപ്ഷൻ ബൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് വന്നതിന് ശേഷം അതിൻ്റെ ബ്രേക്ക് ഔട്ടിലെ ട്രാപ്സിനെ മനസ്സിലാക്കിയെടുക്കുക. ഇതേപോലെ റേഞ്ച് നോക്കുക. ഇത് കഴിഞ്ഞ 2 ദിവസത്തെ ഒരു റേഞ്ച് ആയിരുന്നു. ആ റേഞ്ചിനെയാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈസിയായി അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഫണ്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് എത്രത്തോളം ഹൈ ബ്രേക്ക് ചെയ്യുന്നു, പോകുന്നത് പോലെ കാണിക്കുന്നു, അപ്പോൾ ഒരു വീക്ക്നെസ് നോക്കി ഷോർട്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം തൊട്ടടുത്ത സപ്പോർട്ട് ഏതാണെന്ന് നോക്കുക. സപ്പോർട്ട് മീൻസ് ലിക്വിഡിറ്റി ഏത് ഏരിയയാണ്, ആ ഏരിയയെ ഐഡന്റിഫൈ ചെയ്യുക. അതിന് തൊട്ട് താഴെയുള്ള ലിക്വിഡിറ്റി ഏരിയയും കൂടി ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് ഇതും, സെക്കൻഡ് ടാർഗറ്റ് ഇതും, അതിന് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോണിനെ തേർഡ് ടാർഗറ്റുമായിട്ട് നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഐഡന്റിഫൈങ് ആണ് ബ്രേക്ക് ഔട്ട് ട്രാപ്പ് ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഓപ്ഷൻ ട്രേഡിങ്ങിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാനായിട്ട് ജസ്റ്റ് യൂട്യൂബിൽ ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ ട്രാപ്പ് ട്രേഡർ മല്ലു എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ കാണാം. അതിനകത്ത് ജോയിൻ ബട്ടണിൽ 2 മെമ്പർഷിപ്പ് പ്രോഗ്രാമാണുള്ളത്, 159 199. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ഞാൻ എൻ്റെ ലൈവ് ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. 159 199 മെമ്പർഷിപ്പ് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ബൈങ്ങും ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ സീക്രട്സും പല പല കാര്യങ്ങളും ഞാനത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അഡ്വാൻറ്റേജ് നേടിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വന്ന മൂവിൻ്റെ പിന്നിലെ റീസൺ ഞാൻ പറഞ്ഞു, അത് ലിക്വിഡിറ്റിക്ക് വേണ്ടി വന്നതാണ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുക, ലിക്വിഡിറ്റി മനസ്സിലാക്കുക, ഡെയിലി ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ എന്നെ ടെലഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. എനിവേ, അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ നന്ദി, നമസ്കാരം.